ഞങ്ങളുടെ ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഫുഡുകളാണ്. ബിരിയാണിയൊക്കെ എപ്പോഴൊക്കെ തീർന്നു പോകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര, കാരണം അത്രയധികം ഇത് വിറ്റു പോകുന്നുണ്ട്. നമ്മൾ ചെന്ന സമയം എപ്പോഴാ സ്നേഹം 2:30 ആയിട്ടുണ്ടല്ലേ. ഭയങ്കര നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കൊന്നും അവിടെ ഇല്ല. മനസ്സിലായി, കാരണം അത്രയധികം ഇത് വിറ്റു പോകുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞു വന്നപ്പോ ഉദ്ദേശിച്ചത് ഉൾട്ടയായി പോയി. ഡീസന്റ്, ഓക്കെ, അതും ഒരു തള്ളാണ് ഈ മൃണാലിന്റെ. ഭയങ്കര എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സാരെല്ലാം കടത്തോ നോക്കാം. എടാ ചേട്ടൻ നല്ല ചൂടുള്ള പാലർ കൊടുക്കും, തൊണ്ടാണ് പൊള്ളട്ടെ. എന്റെ ഒരു സന്തോഷത്തിന് സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കൻ. നമ്മൾ ആദ്യം കഴിക്കുന്നത് ബിരിയാണിയാണ്. ആദ്യം ബിരിയാണി, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. എനിക്ക് എന്താ പറയാനുള്ളതെന്ന് റോയ്ക്ക് അറിയാമോ? ദം ബിരിയാണി, ഇത്രയും നേരം ഫ്രൈഡ് ബിരിയാണി കഴിച്ചേ. ദം ബിരിയാണി ട്രൈ ചെയ്തു, കുഴപ്പമില്ല. ബിരിയാണിയിൽ ഞങ്ങളുടെ പ്രത്യേകത എന്താ പറയുക, എരിവില്ല. മസാലയ്ക്ക് എരിവില്ല. ഇല്ലല്ലോ, മസാലയ്ക്ക് എരിവില്ലല്ലോ, എരിവൊട്ടുമില്ല. സ്വീറ്റ് ആണ് കുറച്ച്. പറയാൻ പറ്റില്ല. എന്തേ ഞാൻ പറഞ്ഞുതരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, അതിനൊരു മുട്ടയ്ക്ക് ഡിമാൻഡ് ആണോ? മുട്ട കഴിച്ചിട്ട് പോകാവൂ, ഇല്ലേ മുട്ടയാടി ചവിട്ടി പിടിക്കും. ഈ സാമ്പാറില്ലേ, ഇത് ഒരാൾക്ക് ആ ചോറിന് തികയില്ല. 2 സാമ്പാർ തികയില്ല. തൊട്ടപ്പുറത്തെ അലയിനടുത്ത് കഴിക്കടാ. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് വന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. ഐഡിയ അടിപൊളി, കോൺസെപ്റ്റ് അടിപൊളി. The only problem is your attitude. വന്ന് സംസാരിക്കുന്നതാണ് പ്രശ്നം. നേരെ വാ നേരെ പോ, ഈ ഒരു മാർഗം എനിക്ക് വശമുള്ളൂ. അതുകൊണ്ടാ രക്ഷിതാക്കൾ സമക്ഷം ഈ വക കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ നേരിട്ട് വന്നത്. ബ്രോ ഒരു കാര്യം ചെയ്യണം, മൃണാൽ എന്താ ചെയ്യണം? ബ്രോ ഒരു കാര്യം ചെയ്താൽ മതി. മൃണാൽ ഇത് എന്താ പറയുക, ഈ പബ്ലിസിറ്റി കൊടുക്കുന്ന വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി. എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ബോർ അടിച്ചിട്ടുള്ളത് ഉപദേശങ്ങൾ കേട്ടാണ്. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. ആ പ്രൈസ് പോയിന്റ് നോക്കുമ്പോൾ ആകെ എനിക്ക് നഷ്ടം തോന്നിയത് പപ്പടം 7 രൂപ. ഫ്രഷ് ആയിരുന്നു, നൈസ് ആയിരുന്നേന്. എന്നോട് ആരെങ്കിലും ചോദിക്കേണ്ടത് അവരെ മര്യാദ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? 16 പേരെ മുട്ട, അതൊക്കെയാണ് ആകെ ഒരു വിഷയം. അല്ലാത്ത പക്ഷം ഐ ഫീൽ ദിസ് എ വെരി ഗുഡ് കോൺസെപ്റ്റ്. താങ്ക് യു. മറ്റൊരു കോളേജിലും കാണാത്ത പുതിയ രീതിയിലുള്ള സെർവിംഗ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. എല്ലാരും വണ്ടി കയറിക്കേ, ബാക്കിയൊക്കെ നമുക്ക് പോണ വഴി സംസാരിക്കാം. ഹംഗ്രി മൃണാലിന് ഫുഡ് കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ തുറന്നു പറയാം, ദിസ് ഈസ് ഓക്കെ. അതായത് മോശം പറയാനില്ല. കുറച്ച് മധുരം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി ഇഷ്ടമായി. വനിതാ സ്റ്റേഷനിലെ പങ്കജാക്ഷി ഇതേ അഭിപ്രായം പറഞ്ഞു. പപ്പടം 7 rupees ആണ്, നമ്മൾ 6 എണ്ണം മേടിച്ചു. ദാറ്റ് വാസ് ഡിസാസ്റ്റർ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. 7 രൂപ കൊടുത്ത് എക്സ്ട്രാ പപ്പടം വാങ്ങുമ്പോൾ അത് തണുത്തിരുന്നാൽ അതത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. നമുക്ക് ആർക്കും പപ്പടത്തിന്റെ കേസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? ചിക്കൻ ഫ്രൈ എനിക്ക് ഇന്ന് ഹംഗ്രി മൃണാലിന് കഴിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെടാത്ത ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല, പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. 60 rupees ആണ് ഒരു ചിക്കൻ ഫ്രൈക്ക്. എനിക്ക് പേഴ്സണലി അതിന്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല. ക്വാണ്ടിറ്റി വൈസും 60 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 ചെറിയ പീസ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് വർത്ത്. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഹാഫ് സാധാ ചോറിന് 20 രൂപയാണ്. അത് ക്വാണ്ടിറ്റി ഉണ്ടേ, അത് ചൂടുണ്ടായിരുന്നു. ആൻഡ് ബൈ ദ വേ ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പായസത്തിന്റെ 20 രൂപ എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിന് ഇറ്റ്സ് നോട്ട് വർത്ത്. ഞാനിവിടെ നോക്കുമ്പോ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചായക്ക് 10 രൂപയും ബ്ലാക്ക് ടീക്ക് 12 രൂപയും. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. ഈ കോൺസെപ്റ്റ് ഈസ് ഗുഡ് ആൻഡ് ഫുഡും മോശം പറയാനില്ല ആണല്ലോ. അത് കേട്ടാ മതി. മൃണാലിന്റെ കേസ് പറഞ്ഞപ്പോ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ എന്നോട് നല്ല നമ്മളൊപ്പമുള്ള എല്ലാവരോടും പറഞ്ഞു,
അങ്ങേരോട് പറഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് അങ്ങേരോട് പറയാനും പറ്റില്ല. ഒരു പ്രത്യേക സ്വഭാവം. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചാൽ അപ്പ അങ്ങോട്ട് പോകും. ഞാൻ ആകെ പറയുന്ന മാനേജറോടതാ, ഇയാളോട് പ്രൊമോഷന് വന്നിരുന്നിട്ട് ഇയാളുടെ അറഗൻസ് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മതി, ഇത് ക്ലിക്കായി പോകും. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. അല്ലാതെ നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് രാജാവാന്ന് പറഞ്ഞിരുന്നിട്ട് വീണ്ടും നമ്മളൊരു സജഷൻ പറയുമ്പോൾ, ഒരു സാധനം ബെറ്റർ ആക്കാൻ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാത്തത്, എനിക്ക് ബിരിയാണി കഴിക്കാൻ അറിയില്ല, ആ ഒരു കാര്യം മാത്രം. അതായത് ഈ മൃണാലിന്റെ ഈ പറഞ്ഞ മൃണാല് കുറച്ചു കാലമായിട്ട് മൃണാലിന്റെ ബ്രാൻഡ്, മൃണാലാണ് എല്ലാം, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്തിരുമ്പോൾ അത് ഈ കസ്റ്റമേഴ്സിനെയും കൂടി സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ, കസ്റ്റമേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്താൽ ഇറ്റ്സ് ഗുഡ്. ഇതിന് പരിഹാരം ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം. ശരി